الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ച റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഇരുലോക ജീവിത വിജയത്തിനായി പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള മാർഗം പൂർണ്ണമായി അനുധാവനം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹമാണ് ജീവിതത്തിലെല്ലാ നിമിഷങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എന്നൊക്കെ നാം തിരിച്ചറിയുന്നു. നാട്ടിൽ ഒരു മാസത്തോളമായിട്ട് ഇലക്ഷൻ്റെ പ്രചരണമായിരുന്നു. അങ്ങനെ അവസാനം അതിൻ്റെ പരിസമാപ്തി എന്നോണം ഇന്നലത്തെ ദിവസം നമ്മളൊക്കെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരൻ്റെ കടമ എന്ന നിലയിൽ ആ ദൗത്യം നിർവഹിക്കുകയുണ്ടായി. പിന്നെ ഒരാകാംക്ഷയാണ് ഇനി ബാക്കിയുള്ളത്. അത് നാളെ ഈ സമയമാകുമ്പോഴേക്ക് ഏവർക്കും ബോധ്യമാകും. ജനവിധിക്ക് ഒരാകാംക്ഷയുണ്ട്. ഞാൻ എന്താകും എന്നൊരു സ്ഥാനാർത്ഥി ചിന്തിക്കും. അല്ലെങ്കിൽ എൻ്റെ പാർട്ടി എന്താകും, ഒരു പാർട്ടി പ്രവർത്തകൻ ഉത്കണ്ഠപ്പെടും. എന്ത് രീതിയിലാണ് സംഭവിക്കുക, അങ്ങനെ മനക്കോട്ടകളും സങ്കല്പങ്ങളും ഒക്കെ സ്വാഭാവികമാണ്. കാത്തിരിപ്പുകളല്ലെങ്കിലും മനുഷ്യന് ഉത്കണ്ഠയുണ്ടാക്കുന്നതാണ്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളാ മുഴ അതൊന്ന് ടെസ്റ്റിന് അയക്കുകയാണ്. പിന്നെ അയാൾക്ക് ഉത്കണ്ഠ തുടങ്ങി. എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നറിയാത്ത ഒരു വല്ലാത്തൊരു വിഹ്വലതയുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ് അന്വേഷിക്കുമ്പോൾ പറയാണ് അത് വേറൊരു സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട്, അവിടുന്ന് ഒരു റിസൾട്ടും കൂടി വരണം. അപ്പോഴേക്ക് ഇയാളാകെ ഉരുകി തീരാൻ തുടങ്ങി. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില രോഗങ്ങൾ അങ്ങനെയാണ്. എല്ലാ സങ്കല്പങ്ങളും എല്ലാ കണക്ക് കൂട്ടലുകളും
പെട്ടെന്നൊരു കുടുംബത്തിന്റെ വളക്ക് മങ്ങുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. ഓരോ ഫലങ്ങളുടെയും കാത്തിരിപ്പ് അങ്ങനെയാണ്. ചിലപ്പോ ഒരു പ്രശ്നം ഉണ്ടാകില്ല, പക്ഷെ എന്നാലും ആ കാത്തിരിക്കുന്നൊരു നേരമുണ്ട്, അത് ഉത്കണ്ഠയുടേതാണ്. നീണ്ട വർഷങ്ങളുടെ പഠനത്തിന് ശേഷം ഒരു വിദ്യാർത്ഥി ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവനതിൻ്റെ ഒരു റിസൾട്ടിന് ഒരു കാത്തിരിപ്പുണ്ട്. ഭൗതിക ജീവിതത്തിൽ നമ്മളിതൊക്കെ ശരിക്ക് അനുഭവിക്കുന്നതാണ്. നാളെ ഏതായാലും ഈ നേരത്ത് ഒരു കൂട്ടർ ജയിക്കും, ഒരു കൂട്ടർ തോൽക്കും, അതിൽ വേറെ സംശയമൊന്നുമില്ല. പക്ഷെ എന്ത് റിസൾട്ട് വന്നാലും പിന്നെയും പ്രതീക്ഷിക്കാം. നമുക്ക് അടുത്തൊരു 5 കൊല്ലം കഴിയുമ്പോൾ തോൽപ്പിച്ചവനെ തോൽപ്പിക്കാം, തോൽപ്പിച്ച പാർട്ടിയെ തോൽപ്പിക്കാം, തിരിച്ച് അവസരങ്ങളുണ്ട്. സാധാരണ നമ്മൾ പറയാണ്ട് ഒരു രാത്രി കൊണ്ടൊന്നും ലോകം അവസാനിക്കാറില്ലല്ലോ എന്ന് പറഞ്ഞ് സായുജ്യം കൊള്ളും, ആത്മനിർവൃതി കൊള്ളും, മാനസികമായിട്ടൊരു ധൈര്യം ഉണ്ടാകും. സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ള ആദ്യത്തെ ഒരു സംഗതി, അങ്ങനെ വിജയിക്കുന്ന ആളുകൾ പരിധി വിടരുത് എന്നാണ്. ആക്ഷേപിക്കുമ്പോൾ മറ്റുള്ളവനും മാനമുണ്ട്, കുടുംബമുണ്ട്, അവനും പാർക്കുന്നത് നമ്മുടെ നാട്ടിലാണ്, ഇനിയും കാണേണ്ടവരാണ്. ഒരു താൽക്കാലിക പ്രതിഭാസമാണ് സത്യത്തിലെ ഓരോ നിമിഷങ്ങൾ. ഇനി നമ്മൾ ഓർക്കേണ്ടത്, നമുക്കൊക്കെ ഇതിനേക്കാൾ വലിയൊരു റിസൾട്ട് കാത്തിരിപ്പുണ്ട്. ഐഹിക ജീവിതത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു റിസൾട്ട് പടച്ചോ നമ്മളെ ബോധ്യപ്പെടുത്തും. അന്നത്തെ ഒരു ദിവസത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, അന്ന് ചില മുഖങ്ങൾ പ്രസന്നമാണ്, അത് പുഞ്ചിരി തൂകുന്നു, അതിൽ സന്തോഷം കളിയാടുന്നു. പടച്ചോൻ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പിന്നെ പറയുന്നു, വേറെ ചില മുഖങ്ങൾ അന്ന് പൊടി പുരണ്ടതാണ്, കരിവാളിച്ചതാണ്, വികൃതമാണ്, ദുഃഖസാന്ദ്രമാണ്. അങ്ങനെ ഒരു റിസൾട്ടിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഒരു ഗ്രന്ഥം നൽകുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അമ്മാമന്നൂതിയ കിതാബഹു ബിയമീനി, വലത്തെ കയ്യിൽ അവന്റെ ഗ്രന്ഥം അല്ലാഹു കൊടുത്തു. അവൻ ജീവിതത്തിൽ ചെയ്തു വെച്ചത് മുഴുവൻ അതിലങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൊടുത്തു, അവൻ വിജയിച്ചവനാണ്. അപ്പോൾ ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ, അഭിമാനത്തോടെ നാളെ മഹ്ശറിൽ അയാൾ വിളിച്ചു പറയുന്നുണ്ട്, നോക്കടാ എന്റെ ഗ്രന്ഥം, നോക്കുവീൻ എന്റെ പുസ്തകം. എത്ര കൃത്യമായി ഞാൻ ചെയ്ത സുഹൃതങ്ങളൊന്നിനു പുറകെ ഒന്നായി മലക്കുകൾ രേഖപ്പെടുത്തിയിട്ട് ഈ സന്ദർഭത്തിൽ അല്ലാഹു എന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചതാണ്. അയാൾ പറയാം, ഫയഖൂലു ഹാഉം ഖറഊ കിതാബിയ ഇന്നി വറൻതു അന്നീ മുലാഖിൻ ഹിസാബിയ. ഇങ്ങനെ ഒരു വിചാരണയെ കുറിച്ച് എനിക്ക് നല്ല പോലെ ബോധ്യമുണ്ടായിരുന്നു. അയാള് സുഹൃതമായ ജീവിതത്തിലാണ്, അയാള് സ്വർഗത്തിലാണ്. ഇതിന്റെ ഒരു മറുവശം, ഇടത്തെ കയ്യിൽ ഗ്രന്ഥം കിട്ടുന്നവൻ ഞെട്ടിത്തെരിച്ചു പോവുകയാണ്. യാ ലൈതഹാ കാനത്തിൽ ഖാളിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാളിയ. പടച്ചോനെ, ഇങ്ങനെ ഒരു വിചാരണ ഇല്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇതൊന്നും ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, മരണത്തോടുകൂടി ഞാൻ മണ്ണിൽ ലയിച്ചു ചേർന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ അള്ളാഹു അവനെ പിടികൂടുന്നു, അവനെ നരകത്തിലേക്ക് വലിച്ചഴക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ ഇങ്ങനെ 2 സംഗതികൾ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദുനിയാവിലെ റിസൾട്ട് അത് താൽക്കാലികമാണ്,
അത് വിജയമാണെങ്കിലും അത് പരാജയമാണെങ്കിലും. ചില വിജയങ്ങൾ ചിലപ്പോൾ നമ്മളെ തന്നെ കരയിപ്പിക്കും, ചില പരാജയങ്ങൾ ചിലപ്പോൾ നമ്മളെ ആഹ്ലാദിപ്പിക്കും. പക്ഷേ പരലോകത്തിലെ വിജയം വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഖാലിദീന ഫീഹാ വബിഅ്സൽ മസീർ. അവിശ്വസിച്ചവർ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർ, അവർ നരകത്തിലാണ്. ഖാലിദീന ഫീഹാ, അവരവിടെ ശാശ്വതമാണ്. പിന്നെ മാറാൻ കഴിയില്ല എന്നാണ്. 5 കൊല്ലം കഴിഞ്ഞ് മാറാൻ പറ്റൂല, ഒരു ആയുസ് ജീവിച്ച് മാറാൻ പറ്റൂല. ഖാലിദീന ഫീഹാ, ആ റിസൾട്ട് അന്തിമമാണ്. ആ വിധി പ്രഖ്യാപനത്തിൽ പിന്നെ വേറെ അപ്പീലില്ല. പിന്നെ അവിടെ ജഡ്ജിനെ വെക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വക്കീലില്ല. നിയമങ്ങൾ ഒരൊറ്റ നിയമം, റബ്ബിന്റെ നിയമം. ഇനി വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സുഹൃതം ചെയ്തവനും സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി, അവനെ നമ്മൾ തോട്ടത്തിൽ പ്രവേശിപ്പിക്കുന്നു, താഴ്ഭാഗങ്ങളിലൂടെ മനോഹരമായ അരുവികൾ ഒഴുകുന്ന. ഖാലിദീന ഫീഹാ അബദാ, അവനും അവിടെ ശാശ്വതമായി പാർക്കുകയാണ്. അത് മാറാൻ പറ്റൂല, ഇനി മാറ്റാൻ കഴിയില്ല, ഇനി മതി, ഇനി പൊയ്ക്കോന്ന് പറയില്ല അല്ലാഹ്. വലഹും അജ്റുൻ ഗൈറു മംനൂൻ, ഖുർആൻ പറഞ്ഞു. മുറിഞ്ഞു പോകാത്ത പ്രതിഫലം, മടുപ്പില്ലാത്ത പ്രതിഫലം, ഇനി ഇത് മതി എന്ന് തോന്നാത്ത രീതിയിലുള്ള പ്രതിഫലം. ഖുർആൻ പറഞ്ഞു സ്വർഗത്തെ പറ്റി, ഫൗസൻ അളീമ, ഫൗസൻ മുബീന, ഫൗസൻ കബീറ, ഉന്നതമായ വിജയം, വ്യക്തമായ വിജയം, അത് ഏറ്റവും വലിയ വിജയം. അതാ റിസൾട്ട്, അതാണ് കൃത്യമായ റിസൾട്ട്. മരണശേഷം അത് നമ്മൾ കൃത്യമായിട്ട് അറിയുന്നു. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, പരലോകത്ത് നമ്മുടെ പ്രതിഫലം, അല്ലാഹു നിങ്ങൾ ചെയ്തതിന്റെ പ്രതിഫലം വിചാരണ നാളിൽ, മഹ്ശർ നാളിൽ നിങ്ങൾക്ക് നൽകുന്നു. വവുദിഅൽ കിതാബ്, ഓരോരുത്തരുടെയും ഗ്രന്ഥം അങ്ങ് വെച്ചു. ഫതറൽ മുജ്രിമീന, അപ്പോൾ അക്രമികൾ അതിലെ കാണുന്നു. മുഷ്ഫിഖീന, അവർ ഭയപ്പെട്ടു. മിമ്മാ ഫീഹി, അതിലെ വരികൾ കണ്ടിട്ട്. വയഖൂലൂന, അവർ വിളിച്ചു പറയാൻ തുടങ്ങി, യാ വൈലതനാ, എന്തോരു നാശമാണ്. മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു പുസ്തകമാണ്. ലാ യുഗാദിറു സ്വഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഇതിന്ന് ചെറിയ കാര്യം വിട്ടുപോയിട്ടില്ല, ഇതിന്ന് വലിയ കാര്യവും വിട്ടുപോയിട്ടില്ല. വവജദൂ മാ അമിലൂ ഹാദിറാ, അവര് പ്രവർത്തിച്ചത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അവരിങ്ങനെ കാണുകയാണ്. വരികളിൽ നിന്ന് വരികളിലേക്ക് വായിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. അല്ലാഹ് പറയാണ്, വലാ യഗ്ലിമു റബ്ബുക അഹദാ, ഒരാളെയും അല്ലാഹു ആക്രമിക്കൂല. അവൻ നീതി ചെയ്യുന്നവനാണ്, അവൻ അനീതിക്ക് കൂട്ടുനിൽക്കാത്തവനാണ്. സൂറത്തുൽ കഹ്ഫിലെ 49-ാമത്തെ ആയത്താണ്. കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അതുകൊണ്ട് ആ പരലോകത്തെത്തുന്ന മനുഷ്യങ്ങനെ അന്തം വിട്ട് പറയുന്ന കുറേ വാക്കുകൾ ഖുർആൻ പറയുന്നുണ്ട്. എത്ര അവിടെ പാർത്തത് എന്ന് ദുനിയാവില്. ഖുർആന്റെ ഓരോ ആയത്തുകളും നമ്മൾ അത്ഭുതപ്പെടുത്തും. 10 നാള് ഞാൻ ഭൂമിയിൽ ജീവിച്ചു എന്ന് തോന്നുന്നു. 950 കൊല്ലം പ്രബോധനം ചെയ്ത നൂഹ് നബിയുടെ സമുദായത്തിലെ ആളും അതാ പറയാ, 10 കൊല്ലം അവിടെ പാർത്തു എന്ന് തോന്നുന്നു. ചിലർ പറയും ഒറ്റ ദിവസമാണ് ഞാൻ ഭൂമിയിൽ പാർത്തത് റബ്ബേ. ശാപ്പിള്ളയായ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് മരിച്ചുപോയ കുട്ടിയുടെ വർത്തമാനമല്ല, ഒരായുസ് മുഴുവൻ ജീവിച്ച മനുഷ്യന്റെ വാക്ക്. ഒരു മണിക്കൂറല്ലാതെ അവിടെ പാർത്തിട്ടില്ല. വേറെ ചിലർ ചിലര് പറയുമത്രേ, ഒരു പ്രഭാതമോ ഒരു പ്രദോഷമോ അവിടെ പാർത്തു. ഒരു രാവിലെയോ ഒരു വൈകുന്നേരത്തെ ഒരു സന്ധ്യാസമയമോ അവിടെ പാർത്തു. അതിൽ കൂടുതലൊന്നും ഞങ്ങളുടെ ഭൂമിയിൽ നിന്നിട്ടില്ലല്ലോ റബ്ബേ. ഒക്കെ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. എന്തിനും 50 കൊല്ലം ജീവിച്ചോ കണക്കൂട്ട് ദുനിയാവില്. ആരറിയുന്ന 50 കൊല്ലായിരുന്നു? ജനന തീയതി ചില ഫോമുകളിൽ പൂരിപ്പിക്കുമ്പോഴാണ് നമ്മൾ അന്തം വിടുക.
കണക്കിങ്ങനെ എങ്ങനെ കൂട്ടുമ്പോൾ 50 ആകുക, 48 പറ്റുമോ നോക്കുന്നുണ്ട്. നിവൃത്തിയില്ല. കാലങ്ങനെ കടന്നു പോവുക, അറിയാതെ രാവും പകലും കടന്നു പോവുക. അതിശീഘ്രം അതിന്റെ പ്രയാണം തുടരുന്നു. ആയുസ് വർദ്ധിക്കുന്നു, യൗവനം വാർദ്ധക്യത്തിലേക്ക് മെല്ലെ മെല്ലെ കാലെടുത്ത് വെക്കുന്നുണ്ട്. അവിടെയാണ് ഈ പരലോകത്തിന്റെ പ്രസക്തി. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും വിചാരണയുടെ പ്രസക്തി. പ്രാളപ്പെട്ട് മനുഷ്യന്മാരിങ്ങനെ നിൽക്കുന്ന ഒരു രംഗം. സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണി, അവര് പറയാ, നബി എന്നോട് പറയാ, യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ, ജനങ്ങളെ അല്ലാഹു നാളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോ ഹുഫാത്തൻ ഖുറാത്തൻ ഗുസ്ലൻ, നഗ്നപാതരായി, കാലില് ചെരുപ്പിടാതെ, ഒരു വസ്ത്രം പോലും ഇല്ലാതെ പൂർണ്ണ നഗ്നരായി, ശേലാകർമ്മം പോലും ചെയ്യപ്പെടാത്ത പോലെ ആളുകൾ ഒന്നിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു രംഗം. ഉമ്മ പെറ്റ അതേ കോലത്തിൽ ഒരു നൂല് ബന്ധമില്ലാതെ മനുഷ്യന്മാര് പരലോകത്ത് മഹ്ശറിൽ നിൽക്കും. മുത്തഫഖുൻ അലൈഹി നിവേദന. ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അർരിജാലു വന്നിസാഉ ജമീഅൻ, ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒന്നിച്ചു നിന്നാൽ, യൻളുറു ബഅ്ളുഹും ഇലാ ബഅ്ള, ചിലർ ചിലരുടെ ഔറത്തിലേക്ക് നോക്കൂലേ നബിയേ? ആയിഷ ബീവിയുടെ സ്വാഭാവികമായ ചോദ്യം. ഖാല, അവിടുന്ന് മറുപടി, യാ ആയിഷ, അൽ അംറു അഹമ്മു മിൻ അൻ യൻളുറ ബഅ്ളുഹും ബഅ്ള. അന്നത്തെ ദിവസത്തെ പറ്റി നിനക്കെന്തറിയാം ആയിഷ? മനുഷ്യന്മാർ ഏറ്റവും വലിയ ബേജാറിലും വെപ്രാളത്തിലുമാണ്. ഒരാളും മറ്റൊരാളുടെ ന്യൂനതയിലേക്കോ നഗ്നതയിലേക്കോ നോക്കുകയില്ല. അതിനും വലിയ തീനാളം മനസ്സിൽ പിടിപെട്ട് നിൽക്കുക. അല്ലെങ്കിലും മനുഷ്യന് ദുനിയാവിൽ എപ്പോഴാ സെക്സിനോട് താല്പര്യം? ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകണം, മനസ്സിന് ആരോഗ്യമുണ്ടാകണം. ഒരു രോഗം കൊണ്ട് വെപ്രാളപ്പെട്ടവൻ, തീഷ്ണമായ ഒരു ഭയം കൊണ്ട് നെഞ്ചകം പിടയുന്നവൻ, അവനതിനോട് താല്പര്യം ഉണ്ടാവില്ല. മനുഷ്യ സഹജമല്ലേ? പിന്നെ ഈ പരലോകത്തിന്റെ ഉപമയുടെ ഭയാനകത, മുത്തുനബിയുടെ വാക്കാണല്ലംറു അഹം, ഏറ്റവും ഭയാനകമാണ്, ഏറ്റവും ഓരോ മനുഷ്യന്റെയും ഉള്ളു വിങ്ങുന്നുണ്ട് ആയിഷ. അതുകൊണ്ട് ആരും ആരെയും നോക്കൂല എന്നാണ്. അത് മാത്രം മനസ്സിലാക്കും അതിന്റെ ഗൗരവം എത്രത്തോളാണെന്നുള്ളത്. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ നമ്മുടെ റിസൾട്ട്, ആ റിസൾട്ട് നന്നാക്കാൻ നമുക്ക് അമൽ ചെയ്യാൻ കഴിയണം, സുഹൃതം ചെയ്യാൻ കഴിയണം. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതെങ്ങനെ ഇരിക്കുക, അദ്ദേഹത്തിന്റെ സദസ്സിലേക്ക് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് ഉമറിനെ പുകഴ്ത്തിയിട്ട് പാട്ട്, യാ ഉമറൽ ഖൈരി ജുസീതൽ ജന്ന ഉക്സു ബുനയ്യാതി വഉമ്മാഹുന്ന, നന്മ ചെയ്യുന്നവനായ ഉമറേ, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ എന്ന് പറഞ്ഞിട്ട് അയാളുടെ വിഷമം പറയാം. എൻ്റെ പെൺമക്കൾ, അവർക്ക് ധരിക്കാൻ വല്ലതും കൊടുക്കണം. അവർക്ക് മാത്രല്ല, അവരുടെ ഉമ്മക്കും. എൻ്റെ പെൺമക്കൾ നഗ്നരാണ്, അവർക്ക് വസ്ത്രമില്ല. എൻ്റെ സഹധർമ്മിണിയും അങ്ങനെ തന്നെയാണ്, അവർക്ക് നിങ്ങൾ എന്തെങ്കിലും തരണം. രാജ്യം ഭരിക്കുന്ന നേരമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് പെട്ടെന്ന് പറഞ്ഞൊരു വാക്ക്, യഖൂലു ഉമർ വഇൻ നഫ്അൽ യകൂനു മാദാ, ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, എന്താ ചെയ്യാന്ന്, എന്താ ഞാനങ്ങനെ ചെയ്യില്ലെങ്കിൽ എന്താന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് എനിക്കിപ്പോൾ അത് തോന്നണില്ല. അപ്പൊ ആ മനുഷ്യ ഇറങ്ങിപ്പോവുക. പോകുമ്പോൾ പറഞ്ഞു, ഇതൻ എന്നാ ഞാൻ പോവുകയാണ്. പക്ഷെ ഒരു കാര്യം, നാളത്തെ ഒരു ദിവസം വരും, അന്ന് ഞാനും നിങ്ങളൊക്കെ നരകത്തേക്കോ സ്വർഗത്തേക്കോ അല്ല തിരിക്കുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഇങ്ങനെ ഇറങ്ങുക. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. താടി രോമങ്ങൾ നനഞ്ഞുപോയി. എന്നിട്ട് പറഞ്ഞു, ഭൃത്യനെ വിളിച്ച്, യാ ഗുലാം,
അഅ്തിഹി ഖമീസി, എന്റെ വസ്ത്രം എടുത്തിട്ട് എന്റെ ഖമീസ് എടുത്തിട്ട് ഈ മനുഷ്യന് കൊടുക്കണം. ആ മനുഷ്യനോട് പറയാണ്, ഞാൻ കരഞ്ഞത് ലാ ലിശ്ശഅരിക, നിന്റെ പാട്ട് കേട്ട് കരഞ്ഞതല്ല, നിന്റെ ഒരൊറ്റ വാക്ക് കേട്ടിട്ട് ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്നാ, സ്വർഗത്തുക്കോ നരകത്തുക്കോ വേർതിരിയുന്ന ഒരൊറ്റ ഒരു രംഗമുണ്ട്. അത് വല്ലാത്തൊരു രംഗമാണ്. അത് വിജയിച്ച വിജയമാണ്, അനന്തമായ വിജയമാണ്. അവിടെ പരാജയപ്പെട്ട പിന്നെ അറ്റമില്ലാത്ത പരാജയമാണ്. അവിടെയാണ് ഈ ദുനിയാവും ആഖിറവും വേറിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ആഖിറത്തിലെത്തിയ മനുഷ്യൻ ദുനിയാവിൽ എത്രേ പാർത്തു എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന ഉത്തരങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഓരോ വരികളാണത്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മനുഷ്യൻ പറയുന്ന വർത്താനാണ്, വേറൊന്നുമല്ല. എത്രേ പാർത്തത്? ഒരു 10 ദിവസം, ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരു പ്രഭാതം, ഒരു പ്രദോഷം. ചിന്തിപ്പിക്കാനാണ് മനുഷ്യനെ. ഖുർആൻ എപ്പോഴും പറയുന്നൊരു വർത്താനാണ്, സമയം എത്രമേൽ ക്ഷണികമാണ്. ആ ബോധ്യം എപ്പോഴും ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ അത് നന്നാക്കണം. പരലോകം നീതിയുടെ ലോകമാണ്. നമ്മൾ ചെയ്തതിന് മുഴുവൻ അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. ദുനിയാവിൽ പലപ്പോഴും വഞ്ചനയുടെ വിഭവമാണ്. ഒരുപാട് സംഗതികൾ ഇതിന്റെ ചേർത്ത് നമുക്ക് വായിക്കാനാകും. മനുഷ്യന്റെ വിചാരണ, പരലോകത്തിന്റെ ഭയാനകത, മഹ്ശർ, അവിടെ മനുഷ്യന്മാർ നിൽക്കുന്ന നിൽപ്പ്, തീർച്ചയായിട്ടും അത് നമ്മുടെ ബോധമണ്ഡലത്തിൽ ഉണ്ടാകണം. ആ ഒരു റിസൾട്ടിന് നമ്മൾ പ്രവർത്തിച്ചേ മതിയാവും. നന്നായി പണിയെടുക്കണം, മനസ്സ് പാകപ്പെടണം, ഈമാൻ നന്നാക്കണം, സ്വഭാവം നന്നാക്കണം, സാധ്യമാകുന്നത്ര നന്മകൾ ചെയ്യണം. ഇസ്ലാമിൻ്റെ ഓരോ സംഗതികളും അങ്ങനെ. അത് ആണിനും പെണ്ണിനൊക്കെ ഇസ്ലാമിൽ നിയമമുണ്ട്. ആണിന് മാത്രം കുറച്ച് നിയമം, പെണ്ണിന് നിയമം, അങ്ങനെയല്ല. എല്ലാ കാര്യത്തിനും ഖുർആൻ അങ്ങനെ എടുത്തെടുത്ത് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മുസ്ലിമീന വൽ മുസ്ലിമാത്തി, മുഅ്മിനീന വൽ മുഅ്മിനാത്തി, ഖാനിതീന ഖാനിതാത്തി ഒക്കെ പറയുന്നുണ്ട്. വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ധർമ്മം ചെയ്യുന്ന ആണുങ്ങൾ, ധർമ്മം ചെയ്യുന്ന പെണ്ണുങ്ങൾ. കുറെ പ്രത്യേകം എടുത്ത് പറയാം. നമ്മുടെ നാട്ടുപുറത്തൊക്കെ പലപ്പോഴും പെണ്ണുങ്ങൾ വിചാരിക്കും ഈ ദാനധർമ്മമൊക്കെ എൻ്റെ പുതിയാപ്പിള മാത്രം കൊടുക്കേണ്ടതാണ്, അത് കാക്കു കൊടുക്കണ്ടാവുകയില്ലേ, ഞാനിപ്പോൾ അതിലൊന്നും അങ്ങനെയല്ല എന്ന് തെറ്റിദ്ധ. പക്ഷെ ഖുർആൻ ഓരോ അടിവരട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. നോക്കുമ്പോൾ അവസാനം നമുക്ക് പോകുമ്പോൾ നമ്മൾ ഒറ്റക്ക, ആറടി മണ്ണിലേക്ക് പോകുമ്പോൾ, ശൂന്യമായ ഓർമ്മകളിലേക്ക് നമ്മൾ പോകുമ്പോൾ, മീസാൻ കല്ലുകൾക്ക് താഴെ വെക്കപ്പെടുന്ന ആദ്യത്തെ ഒരു ദിവസത്തെ ഒരു രാത്രിയെ ഓരോരുത്തരും ഓർക്കുക പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് വിജയമാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സ്ഥിരമായി തെറ്റുകുറ്റങ്ങൾ ചെയ്ത ശീലവും സ്വഭാവവും ഉണ്ടെങ്കിൽ അത് വെടിയാൻ നോക്കുക. പള്ളിക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ, പള്ളിക്കാട്ടിലൂടെ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു ദുആ അറിയാതെ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ, ഓ മുഅ്മിനീങ്ങളുടെ ഭവനങ്ങളെ, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് മേലിലുണ്ടാകട്ടെ. എല്ലായി ദ്രവിച്ച് കിടക്കുന്ന പ്രിയപ്പെട്ടവരാ കൂട്ടത്തിലുണ്ട്. ഒരടയാളം പോലും മനസ്സിൽ നിന്ന് മായ്ക്കാതെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. പിന്നെ പറയുന്നവരി വൈന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, അല്ലാഹ് വിചാരിക്കുമ്പോ ഞങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളവരാണ്, തൊട്ടപ്പുറത്ത് വന്ന് കിടക്കാനുള്ളവരാണ്, ഞങ്ങളും നിങ്ങളോടൊപ്പം വന്ന് ചേരാനുള്ളവരാണ്. ആ ഒരു ദുആ ചെയ്തിട്ടാ പള്ളിക്ക് നമ്മൾ കയറുന്നത്. എത്ര വിശാലമാണ്. അതുകൊണ്ട് പരലോക ജീവിതത്തിന്റെ റിസൾട്ട് അത് ഏറ്റവും നല്ല റിസൾട്ടാക്കണം, അത് ഏറ്റവും നല്ല വിജയമാക്കണം. അവിടുത്തെ ഗ്രന്ഥം, നമ്മുടെ പുസ്തകം വലത്തേ കയ്യിൽ തന്നെ വാങ്ങണം. അനുഗ്രഹീതമായ സ്വർഗലോകത്തെത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.